ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതെൻ്റെ അമ്പഴമാണ്. ഒരു ചെറിയ തൈയാണ്. ഇതിൽ ആദ്യം വന്ന പൂ ഞാൻ ഒടിച്ചു കളയാണ് ചെയ്തത്. ഇപ്പം അതിന് ശേഷം 3 പൂ വന്നായിരുന്നു, 3 സെറ്റ്. അത് 3 ഇപ്പോൾ കായായിട്ടുണ്ട്. അതിൽ ആദ്യം വന്ന ഇവനാണ്, അത് കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ വന്നത് ഇവനാണ്, മൂന്നാമത് വന്നവൻ. നല്ല രീതിയിൽ നല്ല നിറയെ കൊലകുത്തി അമ്പഴം പിടിച്ചിട്ടുണ്ട്. ഇനി അമ്പഴം വലുതായിട്ട് വേണം അച്ചാറൊക്കെ ഇടാൻ. അതുകൂടാതെ വേറെ സന്തോഷങ്ങളുമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പുതിയ തിളിര് വരുന്നതിൽ കൂടെ പൂക്കൾ വരണുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അമ്പഴം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന വളപ്രയോഗങ്ങൾ ഒരുപാട് ആൾക്കാർ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ എൻ്റെ പേജിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ മറ്റേ ബേറാപ്പിളിൻ്റെ എന്താണ് വളപ്രയോഗം എന്നതിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പും അതിനുശേഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഞാൻ അത് മെൻഷൻ ചെയ്തേക്കാം. ഇത് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതാണ് സാധനം. എന്തുമാത്രം പൂത്തിരിക്കണം നോക്കി. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പരിചരണവും നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗങ്ങളുമാണ് ഇത്രയും സൂപ്പറായിട്ട് പൂക്കുന്നത്. ഇപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഇത് നട്ടതിന് ശേഷം ആദ്യം ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പൂത്തു, ചെറുത് പറഞ്ഞേ പിടിച്ചുള്ളൂ. അത് നമുക്ക് പരുവാകുന്നതിന് മുമ്പ് തന്നെ അത് തൊഴിഞ്ഞു പോയി. പക്ഷേ ഇപ്രാവശ്യം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ആ കമ്പ് നിറയെ പൂത്തിട്ടുണ്ട്. അടിപൊളി, കാണാൻ തന്നെ എന്തൊരു ഭംഗി നോക്കി. നിറയെ പൂത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പെല്ലാം കൂടെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്ന വളം, കൃത്യമായിട്ടുള്ള പരിചരണം, അതാണ് ഇത്രയും നല്ല റിസൾട്ട് വരാൻ കാരണം. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.